പണ്ട് നമ്മൾ കുട്ടികളുടെ അടുത്ത് പഠിച്ചാൽ മിഠായി മേടിച്ച് തരാന്നൊക്കെ പറഞ്ഞതിന് പകരം അവർക്ക് സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ട് മിഠായിയും ടോയ്സും എന്ത് വേണമെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ നിലവിലുണ്ട്. നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത് തന്നെ ഈ കുട്ടികൾ പെട്ടെന്ന് ബോറടിക്കുന്നു, അറ്റൻഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ പ്ലാറ്റ്ഫോം ഒരിക്കലും ബോറടിപ്പിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അല്ല, ബോറടിയെ തിരിച്ചടിക്കാം എന്നുള്ളതാണ് ഇതിന്റെ മോട്ടോ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് പഠിക്കാൻ പറഞ്ഞാൽ വെരി ഈസിയാണ്. ആയിരുന്നു, ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കെമിസ്ട്രിയിൽ. ബ്ലൂ ലൈൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ഫോർമൽ എഡ്യൂക്കേഷനെ സപ്ലിമെന്റ് ചെയ്യുന്ന സാധനമായിട്ടല്ല സത്യത്തിൽ ബ്ലൂ ലൈൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അന്ന് നമ്മൾ രണ്ടുപേരും ഒരേപോലെ സംസാരിച്ചൊരു വാക്കാണ് എന്താണ് ബ്ലൂ ലൈൻസ് സംസാരിച്ചു വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ബ്ലൂ ലൈൻസ് ഒരു എക്കോ സിസ്റ്റമാണ് എന്ന് നമ്മൾ ഒരുമിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് സാർ ഈ ഇക്കോ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് തന്നെ ഒരു ചാപ്റ്ററിൽ 8 മുതൽ 10-12 ടോപ്പിക്കുകളാണ് ഉണ്ടാവുക. ഓരോ ടോപ്പിക്കിനെയും നമ്മൾ 3 മുതൽ 5 മിനിറ്റ് വരെയുള്ള വീഡിയോകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓ ശരി, നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നമ്മൾ കൊമേഴ്സ് അല്ല അപ്ലൈ ചെയ്യുന്നത്, എക്കണോമിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അതിൽ വെക്കുമ്പോൾ ഒരു മണി മാനേജ്മെന്റും കൂടി അതിൻ്റെ ഇടയിൽ കൂടി മനസ്സിലാവുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ഇന്ന് പഠനം ഭയങ്കര ബുദ്ധിമുട്ടാണോ അതോ അവർ ഭയങ്കര മടിയന്മാരായതാണോ? ഇന്ന് എല്ലാ പേരൻസിൻ്റെയും വലിയ കൺസേൺസ് ആണ് കുട്ടികൾക്ക് പഠിക്കാൻ സമയമില്ല, അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. ഇന്ന് ഇതിനെല്ലാം ഒരു ഉത്തരങ്ങളുമായി നമ്മുടെ കൂടെ ഉള്ളത് എഡ്ടെക് പ്ലാറ്റ്ഫോംസിൽ വലിയൊരു വിപ്ലവകരമായ മാറ്റത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലൂ ലൈൻസ് ലേണിംഗ് ആപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ആയ നിസാമുദ്ദീൻ സാറാണ്. സാർ വെൽക്കം. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, സാറിന് ഒരുപാട് എഡ്ടെക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമായിരിക്കും, കാരണം ഇന്ന് എവിടെ നോക്കിയാലും എഡ്ടെക് പ്ലാറ്റ്ഫോംസ് ആണ് നമുക്ക് കാണാനുള്ളൂ. എന്തുകൊണ്ട് ബ്ലൂ ലൈൻസിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തി? ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറയാം, എങ്ങനെ സാർ ഈ ഒരു രീതിയിലേക്ക് എത്തി എന്നുള്ളത്? കഴിഞ്ഞ 17 വർഷമായിട്ട് ആക്റ്റീവായിട്ട് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഞാനുണ്ട്. കോവിഡിന് ശേഷം, കോവിഡിന് മുന്നേ കുട്ടികളെ രണ്ടായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് തരംതിരിക്കാൻ പറ്റും. കോവിഡിന് ശേഷമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മണിക്കൂർ കണക്കിലുള്ള ക്ലാസ്സുകളിൽ ഇരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. ഓക്കെ, എല്ലായിടത്തും ഇപ്പൊ അതൊക്കെ കേൾക്കണേ, എവിടെ നോക്കിയാലും പറയുന്നത് ഈ അറ്റൻഷൻ സ്പാൻ. എനിക്ക് തോന്നുന്നു നമ്മളും അതിനൊക്കെ ഒരു ഇരകളാന്ന് തോന്നുന്നു ആഫ്റ്റർ കോവിഡ്. ഈ സ്വൈപ്പിംഗ് ഫോർമാറ്റിലേക്ക് സാധനങ്ങൾ വന്നതോടുകൂടി, ഇൻസ്റ്റഗ്രാമിന്റെ റീൽസ് വന്നതോടുകൂടി അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ലേറ്റസ്റ്റ് പഠന പ്രകാരം ഏറ്റവും കൂടുതൽ അറ്റൻഷൻ സ്പാൻ ഉള്ള സ്റ്റുഡൻസ് ഉള്ളത് ഇന്ത്യയിലാണ്. ഓക്കെ, പക്ഷെ അത് 3 മുതൽ 5 മിനിറ്റ് വരെ ഉള്ളൂ. 5 മിനിറ്റ് വരെ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അവരെ നമുക്ക് പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണ്. ഓക്കെ, രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈലുമായിട്ടുള്ള കണക്ഷൻ അവരെ ഇനി ഡിസ്കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് റിസ്ക് ആണ്. മൊബൈൽ അവിടെ ഒന്നും ഒരിക്കലും മേടിക്കാൻ പറ്റൂല. കാരണം ഇന്ന് ഇൻഫർമേഷൻ റിച്ച് ആണ്. അവരെല്ലാ കാര്യങ്ങളും അറിയുന്നത് മൊബൈലിൽ കൂടിയാണ്. അതെ, പത്രമാധ്യമങ്ങളോ ബാക്കിയുള്ള സാധനങ്ങളോ കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നില്ല. അതെ, കാരണം അവർക്ക് വിരൽത്തുമ്പിൽ ഇൻഫർമേഷൻ ഉണ്ട്. അവർക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രൂപത്തിലുള്ള ഇൻഫർമേഷൻ മൊബൈലിൽ കൂടെയാണ് അവൈലബിൾ ആവുന്നത്. കറക്റ്റ്. പക്ഷെ അത് തന്നെ ഇതിന്റെ ഒരു വലിയ ചലഞ്ചും ആണെന്ന് തോന്നുന്നു. ഈ പ്ലെന്റി ഓഫ് ഇൻഫർമേഷൻ അവർക്ക് ഈ സെലക്ഷന് ബുദ്ധിമുട്ടുണ്ടാക്കും. അവിടെയാണ് ഒരു പുവർ ടൈം മാനേജ്മെന്റ് വരുന്നത്. കാരണം അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആ സമയത്ത് തന്നെ കിട്ടുന്നില്ല. അതിനൊരു എക്സാമ്പിളാണ്, ഗൂഗിൾ ഉണ്ട്, ChatGPT ഉണ്ട്. പിള്ളേർ ഗൂഗിളിൽ നിന്ന് മാറി ChatGPTയിലേക്ക് വന്നു. കാരണം അവിടെ ഒരു ഇൻഫർമേഷനെ കിട്ടുന്നുള്ളൂ. ഗൂഗിളിൽ ഒരു കോണ്ടന്റ് നമ്മൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലെന്റി ഓഫ് ഇൻഫർമേഷൻ, അതൊന്ന് സെലക്ട് ചെയ്യണം. അതിൽ ഏതാണ് എനിക്ക് വേണ്ടതെന്ന് നോക്കണം. അതേസമയത്ത് ChatGPT ഒന്ന് ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കൃത്യമായിട്ട് കിട്ടും എന്നുള്ളതാണ് അവരെ അതിലേക്ക് നയിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, സെൽഫ് മോട്ടിവേറ്റഡ് ആവാതെ ഒരു സ്റ്റുഡന്റും പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഉറപ്പായിട്ടും ഈ 3 കാര്യങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ബ്ലൂ ലൈൻ ലേണിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സാർ, ഇത് ഈ 17 വർഷത്തെ വിദ്യാർത്ഥികളായിട്ടുള്ള ഇടപെടലിൽ നിന്ന് മനസ്സിലാക്കിയതാണോ അതോ കോവിഡിന് ശേഷം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻസിഡന്റ് ഉണ്ടായോ ഇത് റിയലൈസ് ചെയ്യാനായിട്ട് സാറിന്? സ്പെഷ്യൽ ഇൻസിഡന്റ് ഒന്നുമില്ല, പക്ഷെ പിള്ളേരിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്ലാസ് റൂമിലേക്ക് നമ്മൾ കയറുമ്പോൾ അവർ 2 കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ഈ എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഫണ്ണായിരിക്കണം. അതെ, പണ്ടത്തെ പോലെ വളരെ സീരിയസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവർക്ക് ഇഷ്ടമല്ല. വളരെ കോണ്ടന്റ് മാത്രം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല.
അതിന്റെ യഥാർത്ഥ കാരണം അവരുടെ അറ്റൻഷൻ സ്പാൻ കുറവാണ് എന്നുള്ളതാണ്. മനസ്സിലായി. കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ അവർ അറ്റൻറ്റീവ് ആവുന്നുള്ളൂ. അതിനുശേഷം അവർ വേറൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. മനസ്സിലായി. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്ലന്റി ഓഫ് ഇൻഫർമേഷൻ വരുമ്പോൾ അവരെ എഡ്യൂക്കേഷണൽ കോണ്ടന്റിനും അതോടൊപ്പം തന്നെ എന്റർടൈൻമെന്റിലേക്കും അവർക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് തന്നെ ചെയ്യാൻ പറ്റും. ബോറടിക്കുമ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് അവരെ ഏതിലേക്കും കൊണ്ടുവരുന്നത്, ഒരു ക്ലാസ് റൂമിലേക്കും അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊരിക്കലും അവിടെ പോസിബിൾ ആവില്ല. അവിടെ പോസിബിൾ ആവില്ല. അത് ഇവിടെ പോസിബിൾ ആവും. കാരണം അവിടെ റെസ്ട്രിക്റ്റഡ് അറ്റ്മോസ്ഫിയർ അല്ലേ. ഇവിടെ റെസ്ട്രിക്റ്റഡ് അറ്റ്മോസ്ഫിയർ അല്ലല്ലോ. ഇത് ഇവരാണല്ലോ തീരുമാനിക്കുന്നത് എത്ര പഠിക്കണം, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതിലേക്കൊക്കെ പോകണം എന്നുള്ളത്. അവിടെ ടീച്ചർക്ക് ഒരു റോൾ ഉണ്ട്, ഇവിടെ കൺട്രോൾ ചെയ്യാൻ ആളില്ല. മനസ്സിലായി. അതാണ് പലപ്പോഴും പിള്ളേര് അറ്റൻഷൻ വഴിമാറി പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ബ്ലൂ ലൈൻസിലൂടെ നമ്മൾ ഇതിനെ എങ്ങനെയാ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ അറ്റൻഷൻ സ്പാൻ എന്നുള്ളത് ഇപ്പൊ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായത് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂവും ഈ ലാക്ക് ഓഫ് അറ്റൻഷൻ സ്പാൻ എന്നുള്ളതായിരിക്കും. അതെ. അതിനെ സ്പെസിഫിക്കലി സാർ എങ്ങനെയാ ഈ ബ്ലൂ ലൈൻസിലൂടെ നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു 10 മണിക്കൂറൊക്കെ എടുത്ത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ നമ്മളൊരു 30 മുതൽ 45 മിനിറ്റ് വരെ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. അത് തന്നെ ഒരു ചാപ്റ്ററിൽ 8 മുതൽ 10, 12 ടോപ്പിക്കുകളാണ് ഉണ്ടാവുക. ഓരോ ടോപ്പിക്കിനെയും നമ്മൾ 3 മുതൽ 5 മിനിറ്റ് വരെയുള്ള വീഡിയോകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത്രയും വലിയ കണ്ടന്റ് എങ്ങനെ ഇത്ര ചുരുക്കി. ഇപ്പൊ NCERT ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് ചോദിക്കാറുള്ളത്. ഇംടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, വർക്കൗട്ട് പ്രോബ്ലം ഉണ്ടാവാറുണ്ട്, എക്സസൈസ് പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, എക്സംപ്ലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ശരി. പുറത്തുനിന്ന് പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട് ഒരു സ്പെഷ്യൽ എക്സാമിലേക്ക്. ഈ 5 ക്വസ്റ്റ്യനുകളും ആൻസർ ചെയ്യത്തക്ക രൂപത്തിലാണ് നമ്മൾ കോണ്ടന്റിനെ വളരെ ചുരുക്കി സംസാരിക്കുന്നത്. ആവശ്യമുള്ളത് മാത്രം. നമ്മൾ അനാവശ്യമായിട്ടുള്ള കഥകളോ കവിതകളോ ഒന്നും അവിടെ സംസാരിക്കുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് വേണ്ട. അത് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അവർ ഗൂഗിളിൽ തന്നെ നിൽക്കുമായിരുന്നു. അവർ ChatGPT പോയത് അത് വേണ്ട എന്നുള്ളത്. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ അവർക്ക് മതി. അപ്പോൾ കോണ്ടന്റ് മാത്രം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് സ്ട്രക്ചർഡ് ആയിട്ട് നമ്മൾ 3 മുതൽ 5 മിനിറ്റ് കൊണ്ട് കൊടുക്കുകയും അത് മാത്രമല്ല അപ്പൊ തന്നെ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ? ആ കോണ്ടന്റിന് ഒരു 5 ക്വസ്റ്റ്യനുകൾ, ഈ 5 ക്വസ്റ്റ്യനുകളും നമ്മൾ അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവാർഡും കൊടുക്കുന്നുണ്ട്. അടിപൊളി. അത് ഞാൻ കണ്ടു ആപ്പിലെ റിവാർഡിംഗ് സിസ്റ്റം. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ 5 മിനിറ്റിലേക്ക് നമ്മൾ ഈ കോൺസെപ്റ്റുകളെയും ടോപ്പിക്കുകളെയും ചുരുക്കിക്കൊണ്ട് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് മാത്രം കുട്ടികളുടെ അറ്റൻഷൻ കൊണ്ടുവരുന്നു അല്ലേ സാർ പറഞ്ഞത്? എന്ന് വെച്ചാല് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടേറിയ ചാപ്റ്റർ ആയിട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേരും ടീച്ചേഴ്സും ഒക്കെ സംസാരിക്കാറുള്ളത്. പക്ഷേ വാട്ട് ഈസ് ദ റിയൽ കോൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് ഒരു റിയാക്ഷൻ നടക്കുമോ നടക്കില്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെദർ എ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഓർ നോട്ട്. ഇതിന്റെ ആൻസർ ആണ് അതിലുള്ളത്. അത് 3 ലോ വെച്ചിട്ടാണ് ക്ലിയർ ചെയ്യുന്നത്. ഒരു റിയാക്ഷൻ നടക്കുമോ നടക്കൂല നമ്മൾ ചെക്ക് ചെയ്യുന്നത് തെർമോഡൈനാമിക്സ് പറയുന്നത് 3 ലോ വെച്ചിട്ടാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സിമ്പിൾ ആണ്. 2 ആളുകൾ അടി കൂടുന്നുണ്ടെങ്കിൽ അവരിൽ എത്ര എനർജി ഉണ്ടെന്ന് ആദ്യം അറിയണമല്ലോ. അതാണ് ഫസ്റ്റ് ലോ. ഇനി ഇതിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് അയാളാണ് ജയിക്കുക. ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ എനർജി ആയിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇവർ കൂട്ടിമുട്ടണ്ടേ. ആ കൂട്ടിമുട്ടാനുള്ള സാധ്യതയാണ് സെക്കൻഡ് ലോയിൽ പറയുന്നത്. ശരി. കൂട്ടിമുട്ടാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ ഇയാളിനേക്കാൾ കൂടുതൽ എനർജി ഇയാൾക്ക് ചെലവഴിക്കാനും പറ്റുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ റിയാക്ഷൻ നടക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് പഠിക്കാൻ പറഞ്ഞാൽ വെരി ഈസിയാണ്. ആയിരുന്നു. ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കെമിസ്ട്രിയിൽ. ഇപ്പൊ തോന്നുമ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പക്ഷെ ഞാൻ അവിടെ തന്നെ ചോദിക്കട്ടെ സാർ, ഈ എന്തുകൊണ്ട് ബ്ലൂ ലൈൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഞാൻ തന്നെ പല യൂട്യൂബ്, ഇപ്പൊ കെമിസ്ട്രിയിലല്ല, നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളെയും വളരെ സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകളെയും അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സുകളുടെ യൂട്യൂബ് ചാനലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ എങ്ങനെയാ ഒന്ന് വ്യത്യസ്തരാകുന്നത്? പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. യൂട്യൂബ് തീർച്ചയായിട്ടും ഇൻഫർമേഷൻ ബണ്ടിൽ തന്നെയാണ്, പക്ഷെ അവിടെ സ്കാറ്റേർഡ് ആണ്.
ഒരു ഒരു കോഴ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആവശ്യമുള്ളതെല്ലാം ഓർഗനൈസ്ഡ് ഫോർമാറ്റിലല്ല എവിടെ ഉള്ളത്, യൂട്യൂബിലുള്ളത്. അത് തെരഞ്ഞ് കണ്ടെത്തുന്ന ലിറ്റിൽ ബിറ്റ് റിസ്ക്. കറക്റ്റ്. ഇനി കോണ്ടന്റ് യൂട്യൂബിലേക്ക് ഡെലിവർ ചെയ്യുന്ന ഒരാള് ആ കോഴ്സിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഡെലിവർ ചെയ്യുന്നില്ല, ഏതെങ്കിലും 1-2 പോയിന്റുകൾ മാത്രം സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ചാനലിലേക്ക് വരൂ, നമ്മുടെ ചാനലിലേക്ക് വരും. അതേസമയത്ത് നമ്മൾ ബ്ലൂ ലൈനിലാണെന്നുണ്ടെങ്കിൽ എല്ലാ കോണ്ടന്റിന്റെയും ഓർഗനൈസ്ഡ് ഫോർമാറ്റിലാണ് അവിടെ കൊടുക്കുന്നത്. മനസ്സിലായി. അപ്പൊ ഒരു കുട്ടി ഒരു ടെക്സ്റ്റ് ബുക്ക് തുറന്ന് പഠിക്കുന്നത് പോലെ തന്നെ ഒരു സ്ഥലത്ത് തുടങ്ങി കൃത്യമായി പ്രോഗ്രസ് ചെയ്ത് ആ ഫുൾ ഇയറിലെ സംഭവം തറവാക്കുന്നു. തറവാക്കും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒന്നിനും നേരമില്ല. ഇപ്പോൾ അതെ, നേരമില്ലാത്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ഇപ്പോൾ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്നത് അയാൾ ആ കോഴ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ വേറെ കുറേ കാര്യങ്ങളും കൂടി സെർച്ച് ചെയ്യുന്നുണ്ട്. പണ്ടത് സ്കൂളിൽ നിന്ന് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ അവർക്ക് സെർച്ച് ചെയ്യാനുള്ള കുറേ ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ കരിയർ സെലക്ട് ചെയ്യുന്നുണ്ട്, അവർ കരിയർ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളെ പറ്റി ബിസിനസ് തുടങ്ങുന്നു കുട്ടികൾ, ബിസിനസ് തുടങ്ങുന്നു. ലേറ്റസ്റ്റ് ടെക്നോളജിയെ പറ്റി അവർ ഭയങ്കരമായിട്ട് അവെയർ ആണ് എന്ന് മാത്രമല്ല, അതിനെങ്ങനെ ബിസിനസ് ആക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളും സ്കാറ്റേഡ് ആണ്. ഒരു എയിം ഓറിയന്റഡ് അല്ല പോകുന്നത്. അപ്പൊ അവരെ തിരിച്ച് ഈ സംവിധാനത്തിലേക്ക് മാത്രം ഒതുക്കി നിർത്താൻ നമ്മളെ ഷോർട്ട് വീഡിയോസ് നന്നായിട്ട് ബേസിക്കലി നമ്മൾ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയം വെറുതെ അനാവശ്യമായി കളയേണ്ടത് മാർക്ക് മേടിച്ച് സേഫ് ആയിക്കോ, ബാക്കി പരിപാടി ചെയ്തോളൂ. എന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായി പഠിച്ചോളൂ. അതെ, നിങ്ങൾക്ക് ബാക്കിയുള്ള സാധനങ്ങൾ സെർച്ച് ചെയ്യാനും കളിക്കാനുള്ള സമയത്തെ നിങ്ങൾ അതിനായിട്ട് ഉപയോഗിച്ചോളൂ. ഇതാണ് അതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഓക്കെ. ഈ ബ്ലൂ ലൈൻസിനെ പറ്റി ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ആയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഗെയിമിഫിക്കേഷൻ ഒബ്വിയസ്ലി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഈ ഗെയിമിഫൈഡ് ലേണിംഗിലേക്കാണ് പോകാൻ മാറുക. പക്ഷെ അതിലും കൂടുതൽ തന്നെ അതായത് ഈ റിവാർഡിങ് എന്നുള്ളൊരു സംഭവം, ബ്ലൂ കോയിൻസ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ അതിൽ കണ്ടു. അതായത് പഠിച്ചുകൊണ്ട് തന്നെ ഏൺ ചെയ്യുക, പഠിച്ചുകൊണ്ട് തന്നെ റിവാർഡ് നേടുക എന്നുള്ളത്. അതായത് ആ പഠനത്തിനെ ഒന്ന് റിവാർഡ് ചെയ്യുന്നൊരു രീതി ഞാൻ കണ്ടു. അതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാമോ സാർ? എന്താ അതിൽ കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ളത്? ഒരാള് ഒരു സാധനം പഠിക്കുന്ന സമയത്ത് അയാളുടെ അച്ചീവ്മെന്റ് അളക്കാനുള്ള ഒരു അളവുകോലായിട്ടാണ് സത്യത്തിൽ ഈ റിവാർഡ് സിസ്റ്റത്തെ കണ്ടിട്ടുള്ളത്. മനസ്സിലായി. ഒബ്വിയസ്ലി അതൊരു മോട്ടിവേഷൻ ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ പഠിക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ കാണാൻ പഠനമല്ലാത്ത മറ്റ് സാധ്യതകളെയും കൂടി ഉപയോഗപ്പെടുത്തി എന്നുള്ളത് മാത്രമേ അതിൽ ചെയ്തിട്ടുള്ളൂ. അതിന് 2 കാര്യങ്ങളുണ്ട്. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഒബ്ജക്റ്റീവ് ഫോർമാറ്റിൽ നമ്മൾ ചോദിക്കും. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ബ്ലൂ കോയിൻ, 2 ടൂളാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതെ. അപ്പൊ ഞാൻ ചോദിക്കണെന്ന് പറഞ്ഞാൽ നമ്മള് പണ്ടൊക്കെ പറയുമായിരുന്നു ഇന്ന് പഠിച്ചാൽ നാളെ നേടാം എന്ന് പറയുന്നത് ഇന്ന് നേടാന്നല്ല ഇപ്പൊ തന്നെ നേടാം. മനസ്സിലായി. അതായത് നമ്മൾ ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇതിന്റെ ഒരു സൈക്കോളജി ആയിരിക്കും ചോദിക്കുന്നത് മേ ബി, നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റന്റ് റിവാർഡ് കൊണ്ട് സംഭവിക്കുന്ന ഒരു മോട്ടിവേഷൻ, ഒരു ഡോപ്പമിൻ ഹിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. യെസ്. ഇപ്പൊ റീൽസിന്റെ കാലല്ലേ, ഇൻസ്റ്റന്റ് ഡോപ്പമിൻ റേസിംഗ് ആണ് നടക്കുന്നത്. മനസ്സിലായി. അത് നമ്മൾ നാളെ തരും എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കിട്ടില്ല. അവർക്ക് ഇപ്പൊ പഠിക്കുന്നു, ഇപ്പൊ തന്നെ റിവാർഡ് ചെയ്യപ്പെടുന്നു. അപ്പൊ അവർ ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യതയും കൂടും. കാരണം റിവാർഡ് വഴി അവർ ഏൺ ചെയ്യുന്നത് ബ്ലൂ കോയിൻസ് ആണ്. ആ ബ്ലൂ കോയിൻ വഴി അവർക്ക് സ്റ്റോറിന്ന് പല സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും. എപ്പോഴും നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്. ഓരോ സാധനങ്ങളും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ കാണുന്നത് ഇപ്പൊ കെമിസ്ട്രിയിലെ എൻതാൽപ്പി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. മനസ്സിലായി. ആ ഗിഫ്റ്റ് കിട്ടിയത് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അവർക്ക് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ അത് കണക്ട് ആവും. നമ്മൾ പലപ്പോഴും നോട്ട് എഴുതുമ്പോൾ വളരെ വൃത്തിക്ക് എഴുതിയ നോട്ടിൽ എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് മാർക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സാമിനേഷനുള്ള അതാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനമായിട്ട് റിലേറ്റഡ് ആണ് നമ്മുടെ മെമ്മറി. മനസ്സിലായി. അതിനെ കണക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തത്. അപ്പോൾ ഓരോ ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിന്റെ എൻഡിലും നമുക്ക് ഈ റിവാർഡ്സ് ഏൺ ചെയ്യാൻ പറ്റുമോ? യെസ്. ഓരോ ടോപ്പിക്കിന്റെ എൻഡിലും ചാപ്റ്ററിൽ ഡിഫറെന്റ് ടൈപ്പ് ടോപ്പിക്കുകളുണ്ട്. 8 മുതൽ 12 വരെ ടോപ്പിക്കുകളുണ്ട്. ഓരോ ടോപ്പിക്കിലും ഡിഫറെന്റ് വീഡിയോസ് അവൈലബിൾ ആണ്. ഓരോ വീഡിയോക്ക് ശേഷവും റിവാർഡ് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ പണ്ട് നമ്മൾ കുട്ടികളുടെ അടുത്ത് പഠിച്ചാൽ മിഠായി മേടിച്ച് തരാന്നൊക്കെ പറഞ്ഞതിന് പകരം അവർക്ക് സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ട് മിഠായിയും ടോയ്സും എന്ത് വേണമെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ
നിലവിലുണ്ട്. ഇന്നത് നിലവിൽ മറ്റ് ആപ്പുകളിലൊന്നും ഇല്ല. മറ്റ് ആപ്പുകളിലൊന്നും ഇത് അവൈലബിൾ അല്ല. മറ്റ് ആപ്പുകളിലൊന്നും ഇത് അവൈലബിൾ അല്ല, ഈ ഒരു ഫോമാറ്റിൽ അവൈലബിൾ അല്ല. ഇപ്പൊ ഒരു പേരന്റ് ഇത് കാണുവാണ്, നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ഒരു പേരന്റ് വിചാരിക്കാണ്, ഞാൻ ഇപ്പൊ എനിക്കറിയാലോ ഈ നമ്മൾ മെറ്റാ ആഡ്സ് ഒക്കെ റൺ ചെയ്യുന്നോണ്ട് പേരൻസിന്റെ പുറകിൽ നിന്ന് മാറാതെ ഈ ടെക് കമ്പനീസ് പരസ്യം ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. അവരിത് മാത്രമായിരിക്കും കാണുന്നുണ്ടാവുള്ളൂ. അപ്പൊ അവരുടെ ഇടയിൽ നിന്ന് ഞാനിത് ഒരുപാട് കണ്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഇതുപോലെ ഒരുപാട് ആപ്പുകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നവരോട് എങ്ങനെയാ നമ്മൾ ഇതിനെ ഒന്ന് ഡിഫറെന്റ് ആയിട്ടൊന്ന് പ്ലേസ് ചെയ്യണേ? നമുക്കൊരു സ്കൂൾ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ സ്കൂൾ കോളേജ് സിസ്റ്റം ഉണ്ട് പഠിക്കാൻ, ഫോർമൽ എഡ്യൂക്കേഷൻ. അതിനെ സപ്ലിമെന്റ് ചെയ്യുന്ന ട്യൂഷനുകളുണ്ട്, ട്യൂഷൻ സെന്റേഴ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആപ്പുകൾ ഇതിനെ സപ്ലിമെന്റ് ചെയ്യുന്ന സാധനങ്ങൾ. ബ്ലൂ ലൈൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു ഫോർമൽ എഡ്യൂക്കേഷനെ സപ്ലിമെന്റ് ചെയ്യുന്ന സാധനമായിട്ടല്ല സത്യത്തിൽ ബ്ലൂ ലൈൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവരിവിടെയൊക്കെ ക്ലാസ്സുകൾ വളരെ കൃത്യമായി കേൾക്കുന്നുണ്ട്. മണിക്കൂർ കണക്കിനുള്ള ക്ലാസ്സുകളാണ് ക്ലിയർ ചെയ്യപ്പെടുന്നത്. എന്നാൽ നമ്മൾ ആ സാധനത്തിനെ വളരെ കൃത്യമായി വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഓർഗനൈസ്ഡ് ഫോമാറ്റിലാണ് കൊടുക്കുന്നത്. അയാൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിയാണ് ശരിയാണ്. എന്ന് വെച്ചാൽ മാർക്ക് ഉറപ്പിക്കുകയാണ്. അതെ അതെ, അവസാനത്തെ ആണിയാണ് അടിക്കുന്നത്. പരീക്ഷയിൽ ജയിക്കും എന്നുള്ള ടെൻഷൻ നമ്മളങ്ങ് ഒഴിവാക്കി കൊടുക്കുകയാണ്. ഈ ഒരു പരീക്ഷ സമയമാകുമ്പോൾ ഇവർക്ക് ടെൻഷൻ വരുന്നത്, അവരിഷ്ടം പോലെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, അവരൊരു വർഷക്കാലം ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, ആ പ്രോസസ്സിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അവര് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിക്കുന്നില്ല. മനസ്സിലായി. ആ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിക്കുന്ന സംവിധാനമാണ് പഠനം സംവിധാനമാണ്. ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതൊരു എക്സാം ടൈം റിവിഷൻ ആപ്പായിട്ട് അപ്പൊ മാത്രം യൂസ് ചെയ്യപ്പെടുവോ, അതോ ഇത് എപ്പോഴാണ് ഒരു കുട്ടി ഇത് യൂസ് ചെയ്ത് തുടങ്ങേണ്ട ഒരു ഐഡിയ? ഫെസിലിറ്റേറ്റർ ആപ്പാണ് യഥാർത്ഥത്തിൽ. സ്കൂളിൽ പോകുന്ന ആളുകൾക്കും ഏത് എടെക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഇത് വളരെ കൂളായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഇത് തുടങ്ങിയതിന് ശേഷം ഞാൻ സാറായിട്ട് ആദ്യം മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് നമ്മൾ രണ്ടുപേരും ഒരേപോലെ സംസാരിച്ചൊരു വാക്കാണ് എന്താണ് ബ്ലൂ ലൈൻസ് സംസാരിച്ചു വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ബ്ലൂ ലൈൻസ് ഒരു എക്കോ സിസ്റ്റം ആണ് എന്ന് നമ്മൾ ഒരുമിച്ച് പറഞ്ഞു അല്ലേ. അപ്പൊ എന്താണ് സാർ ഈ ഇക്കോ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ലൈഫ് ഉണ്ട്, അവിടെ കുറെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു ജസ്റ്റ് എൻട്രി എക്സിറ്റ് സംഭവം അല്ലല്ലോ ഒരു എക്കോ സിസ്റ്റം. സാർ എന്തുകൊണ്ടായിരിക്കും അതിന് ഒരു എക്കോ സിസ്റ്റം എന്ന് പറയാൻ കാരണം? ഒരു ഇന്നത്തെ കാലഘട്ടത്തില് ന്യൂജൻ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം, അവര് ഇൻഫർമേഷൻ റിച്ചാ, പല സാധ്യതകളുണ്ട്, പക്ഷെ അവരെ ഒരു സംവിധാനത്തിൽ ഉറപ്പിച്ചു നിർത്തി വിജയിപ്പിച്ചെടുക്കുന്ന ഒരു ഫോമാറ്റ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വെച്ചതാണ് ബ്ലൂ ലൈൻ. മണിക്കൂറുകളുള്ള ക്ലാസ്സുകൾ മിനിറ്റുകളായിട്ട് നമ്മൾ കൊടുക്കുന്നു, അത് പ്രാക്ടീസ് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്ത് റിവാർഡ് ചെയ്യുന്നു. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് ഡൗട്ട് ചോദിക്കാനുള്ള ഓപ്ഷൻ അത് വാട്സപ്പിൽ കൂടെയും ചോദിക്കാം. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി ടീച്ചേഴ്സിന് ബുക്ക് ചെയ്യാം. ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി മാത്രം ടീച്ചേഴ്സ് അവൈലബിൾ ആവും. മനസ്സിലായി. ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു, അവരെ കൃത്യമായി എക്സാമിന് പാകപ്പെടുത്തിയെടുക്കുന്നു. മാർക്ക് വാങ്ങി എന്ന് ഉറപ്പാകുന്നത് വരെ നമ്മൾ അവരെ കൂടെ സഞ്ചരിക്കുന്നു. ഇതൊരു ഇക്കോസിസ്റ്റമായിട്ട് മുന്നോട്ടേക്ക് പോകും. അവർക്ക് പഠനത്തിന്റെ ഡൗട്ടുകൾ മാത്രമല്ല, അവർക്ക് കരിയറുമായിട്ടും ബാക്കിയുള്ള ലൈഫിൽ വരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സംസാരിക്കാനുള്ള ഒരു വേദി കൂടി ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു കുട്ടി ഭയങ്കര പ്രതീക്ഷയോടുകൂടി വരുമ്പോഴേ ഇപ്പൊ നമുക്കുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഈ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത് തന്നെ ഈ കുട്ടികൾ പെട്ടെന്ന് ബോറടിക്കുന്നു, അറ്റൻഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോം ഒരിക്കലും ബോറടിപ്പിക്കാതെ ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അല്ല, ബോറടിയെ തിരിച്ചടിക്കാം എന്നുള്ളതാണ് ഇതിന്റെ മോട്ടോ. ഞാൻ ആപ്പ് യൂസ് ചെയ്തപ്പോൾ അത് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു UI ഉണ്ട്. അതില് വളരെ സ്മൂത്ത് ആണ് അതിന്റെ യൂസേജ്, വളരെ ഈസി ഇന്റർഫേസ് ആണ്. അപ്പൊ ഇതിന്റെ പുറകിൽ എത്രത്തോളം സാർ ഒരു ദീർഘവീക്ഷണം ഉണ്ടായിട്ടുണ്ട്? അതായത് ഞാൻ ഒരിക്കലും കാണുന്നത് ഇത് സാർ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ആപ്പായിട്ട് എനിക്ക് തോന്നിയില്ല അത് കണ്ടപ്പോൾ. എത്രത്തോളം ഇതിന്റെ പുറകിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഉണ്ട് സാർ? എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ 4.5 വർഷക്കാലമായി എന്റെ റിസർച്ച് കംപ്ലീറ്റ് ഇതിലാണ്. ഡിഫറെന്റ് ടൈപ്പ് കുട്ടികൾ, അതായത് കോവിഡിന്റെ അപ്പം തുടങ്ങി, കോവിഡിന്റെ മുന്നേ തുടങ്ങി, കോവിഡോട് കൂടിയാണ് ആക്റ്റീവായിട്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. ശരി. ഇപ്പോഴത്തെ ചെറിയ സംവിധാനത്തിന് വേണ്ടി ഒരുക്കിയ പരിപാടിയല്ല. എന്ന് വെച്ചാൽ ക്ലാസ് കാണാൻ ക്ലാസ് അല്ലാത്ത 12 കാരണങ്ങളെ സൃഷ്ടിക്കണം എന്നുള്ളതാണ്
മുന്നോട്ട് പോകുന്നത്. ഓ. അതിലൊന്ന് മാത്രമാണ് ഈ റിവാർഡ് സിസ്റ്റം. ശരി. ഇതല്ലാണ്ട് മറ്റു 11 കാരണം 11 കാരണങ്ങൾ ഫീച്ചേഴ്സ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓ എക്സലന്റ്. ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടാമത്തെ ഫീച്ചറും ആഡ് ചെയ്യപ്പെടും. ശരി. പിന്നെ ഇത് കേരളത്തിലെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഒരുക്കിയ സംവിധാനമല്ല. നമ്മളിപ്പോൾ ഇവിടെയാണ് ലോഞ്ച് ചെയ്യുന്നത്. ഓൾ ഓവർ ഇന്ത്യയുമല്ല, നമ്മൾ GCC, UAE, അതേപോലെ തന്നെ UK, US ആ പ്രൊജക്റ്റൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഇക്കോസിസ്റ്റം ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ഇതിലേക്ക് ഇന്നത്തെ ജനറേഷൻ ആവശ്യമായ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിന്റെ ഒരു എൻട്രി പോയിന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സ്റ്റെം സബ്ജക്ട്സുകൾ മാത്രം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത്. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജിയുടെ 10th, 11th, 12th, നീറ്റ്, JEE, ഡിഗ്രി, PG, സെറ്റ്, നെറ്റ്, ഗേറ്റ്, ജാം, അത് ഓരോ സബ്ജക്റ്റിലും ഉണ്ട്. ഇതൊരു സയൻസ് സെക്ടറാണ്. അടുത്തത് മെഡിക്കൽ സെക്ടർ ഉണ്ട്. അതിൽ BDS, MBBS, BPharm, DPharm ആ ഫോമാറ്റ് ഒക്കെ ഉണ്ട്. അതിലിപ്പോ BDS ആണ് ആക്റ്റീവായിട്ട് നിലവിലുള്ളത്, ഓൾറെഡി ഉള്ളത്. ഇനി അതിന്റെ ഒരു കൊമേഴ്സ് ഫോമാറ്റ് വരുന്നുണ്ട്. +1, +2, CA, CMA, CS പോലെയുള്ള കോഴ്സുകൾ. അതേപോലെ എഞ്ചിനീയറിംഗ് സെക്ടറും കൂടി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായി. അപ്പൊ ഈ പറയുന്ന സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലാവും, നമ്മൾ ഈ പറയുന്ന പോലെ ബ്ലൂ കോയിൻസ്, റിവാർഡ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ മുതിർന്ന ഈ പറയുന്ന പോലെ BDS ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്കും ഇത് വർക്ക് ആവുന്നുണ്ടോ സാറിന്റെ? നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓ ശരി. നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നമ്മൾ കൊമേഴ്സ് അല്ല അപ്ലൈ ചെയ്യുന്നത്, എക്കണോമിക്സ് ആണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അതിൽ വെക്കുമ്പോൾ ഒരു മണി മാനേജ്മെന്റും കൂടി അതിൻ്റെ ഇടയിൽ കൂടി മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ പിള്ളേർക്കില്ലാത്ത ഒരു സ്വഭാവമാണ് എങ്ങനെ ക്യാഷിനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. ഏൺ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ട് അവർ മാക്സിമം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ പഠനത്തിനനുസരിച്ച് കോയിൻ ഏൺ ചെയ്യുന്നു. ആ ഏൺ ചെയ്ത കോയിൻ കൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഏൺ ചെയ്യുന്നതിന്റെ ഒരു വേദന പാരന്റ്സിനെ പോലെ സ്റ്റുഡൻസിനും അറിയാനുള്ള ഒരു അവസരം കൂടി അതിനായിട്ട് ഞാൻ എത്ര സമയം സ്പെൻഡ് ചെയ്യണം, ഞാൻ എഫേർട്ട് ഇടണം, അതൊക്കെ ഇതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ ഇത് 3 രീതിയിൽ കുട്ടികളെ റിവാർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് റിവാർഡ് ബ്ലൂ കോയിൻസ്, കുറച്ചും കൂടെ ഇപ്പുറത്തുള്ള റിവാർഡ് പരീക്ഷയ്ക്കുള്ള മാർക്ക്, പിന്നെ ഈ കോൺസെപ്റ്റ് സെറ്റ് ആവുക. നമ്മളെപ്പോഴും പറയും എല്ലാത്തിൻ്റെയും ബേസ് സെറ്റ് ആയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതിന്റെ ലോങ് ടേം ആയിട്ട് കിട്ടുന്ന ഗെയിംസ് അല്ലേ. അപ്പൊ അത് ഏതൊരു സമയത്തും ഈ കുട്ടിക്ക് ഇതിന്റെ റിവാർഡ്സ് റീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അതിന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊരു എഡ്ടെക് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും ഇവരെല്ലാം ഇപ്പൊ ഈ പറയുന്നത് ഗെയിമിഫിക്കേഷൻ എന്നൊരു ബസ് വേർഡ് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഈ ഗെയിമിഫിക്കേഷന്റെ പുറകിലുള്ള ഒരു സൈക്കോളജി എങ്ങനെയാ? പക്ഷെ ഞാൻ ഈ ബ്ലൂ ലൈൻസ് എന്നുള്ള ആപ്പ് നോക്കിയപ്പോൾ അതിലൊരു സോ കോൾഡ് ഭയങ്കര ഗെയിമിഫൈഡ് സംഭവമല്ല, അതൊരു ഭയങ്കര മോട്ടിവേഷൻ ലെവലിലാണ് സാർ എനിക്ക് കീപ്പ് ചെയ്തേക്കുന്നത്. അതായത് പഠിച്ചതിന് ശേഷം അതിലൊരു റിവാർഡ് എന്നുള്ള രീതിയിലാണ്. ശരിക്കും ഈ ഗെയിമിഫിക്കേഷന്റെ പുറകിലുള്ള ശരിക്കുള്ള സൈക്കോളജി ഗെയിം ഓൾവേസ് ഗെയിം തന്നെയാണ്. ഓക്കെ. അതായത് ജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ആണോ അത് ഓരോരുത്തരുടെ മോട്ടിവേഷൻ അനുസരിച്ച്. ഇപ്പൊ ഗെയിമിൽ നമുക്ക് എന്ത് വരുന്നതെന്ന് വെച്ചാൽ സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഒരു ഗെയിമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഗെയിമുകൾ ഡിഫറെന്റാ, ഓരോരുത്തരുടെ സന്തോഷവും ഡിഫറെന്റാ. ചില ആളുകൾക്ക് വേറൊരാളെ വെല്ലുവിളിക്കുമ്പോഴായിരിക്കും, ഒരു യുദ്ധം ചെയ്യുമ്പോഴായിരിക്കും അയാൾക്ക് സന്തോഷം കിട്ടുന്നത്. ചില ആളുകൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാണ് സന്തോഷം. ചില ആളുകൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അയാൾക്ക് ഇങ്ങനെ വലിയ പൊസിഷനുകൾ കിട്ടുന്നത്, രാഷ്ട്രീയക്കാരെ പോലെ എന്നുവെച്ചാൽ സ്റ്റാറ്റസ്. പല ടൈപ്പിലാണ് നമ്മളുടെ മോട്ടിവേഷൻ കിടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെയാണ് സത്യത്തിൽ ഗെയിമാക്കി മാറ്റിയിട്ടുള്ളത്. ഇതിലെ എല്ലാ പോയിന്റും എടുക്കാതെ ചില ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ പഠനത്തെ എൻഹാൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗെയിം പോയിന്റുകളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗെയിം ഉണ്ടാക്കിയതല്ല. മനസ്സിലായി സാർ. ഇത് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ കുറച്ചധികം കുട്ടികൾ നമ്മുടെ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ അത് കണ്ടിരുന്നു. സാറിന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്, അതായത് ഞാൻ ഈ എടുത്ത തീരുമാനം റൈറ്റ് ആയിരുന്നു, ഇതിന്റെ എൻഡ് യൂസർക്ക് ഇത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇത് വർക്ക് ആവുന്നുണ്ടെന്ന് സാറിന് തോന്നിയ ഒരു ഇൻസ്റ്റൻസ് പറയാമോ? ഞാനൊരു ഫുട്ബോളർ ആയിരുന്നു. ഓക്കെ. ഫുട്ബോളിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ശരി. ബ്രസീലോ അർജന്റീനയോ? അത് പറയാം. ഞാൻ അതിനൊരു പാഷനേറ്റ് ആയിട്ട് കണ്ട ഒരാളും കൂടിയാണ്. പക്ഷെ അതിന്റെ ഓപ്പർച്യൂണിറ്റി ലാക്കും അനുഭവിച്ച ആളും കൂടിയാണ്.
കളിക്കാനുള്ള ലാക്ക് അനുഭവിച്ച ആളും കൂടിയാണ്. ശരി. പക്ഷെ നമ്മുടെ സിസ്റ്റം എന്താ വെച്ചാൽ പഠനത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് അതാണ് പ്രൈമറി, കളിയൊക്കെ സെക്കൻഡറി ആണ്. ഈ നമ്മളിങ്ങനെ ഓരോ കോഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് കുട്ടികൾക്ക് ഇത് കൊടുത്തു നോക്കും. ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സ്റ്റുഡന്റ്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അയാള് നല്ല ഫുട്ബോളറാ, നന്നായിട്ട് കളിക്കും, പക്ഷെ അയാൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കപ്പാസിറ്റിയും ഉണ്ടായിരുന്നു. പക്ഷെ വൈകുന്നേരം അയാൾക്ക് കളിക്കാൻ പോകുന്നത് കാരണം അയാൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള ക്ഷീണം, പിന്നെ ഈ പഠനത്തെ ഓർഗനൈസ്ഡ് ഫോർമാറ്റിൽ കൊണ്ടുപോകാൻ കഴിയാത്തതായിരുന്നു അയാൾക്ക് മാർക്ക് കിട്ടാതിരുന്നത്. കറക്റ്റ്. ഈ ആപ്പ് ജസ്റ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ അയാളിൽ എങ്ങനെ വർക്ക് ആവും എന്നറിയാൻ വേണ്ടി ഞാൻ അയാൾക്ക് കൊടുത്തു. അയാളാണ് സ്കൂൾ ടോപ്പർ വിത്തിൻ 1 month. ഓക്കെ. കാരണം ഫെബ്രുവരിയിലായിരുന്നു ഞാൻ അയാൾക്ക് ഈ എക്സാമിന്റെ സമയത്തായിരുന്നു ആപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അയാൾക്ക് വളരെ കൃത്യമായിട്ട് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം തോൽക്കാനും ജയിക്കാനും ഫുട്ബോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അയാളൊരു വാരിയറാണ്. അയാൾ ഇതിലേക്ക് അത് അപ്ലൈ ചെയ്തപ്പോഴേക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പറ്റിയപ്പോഴേക്കും അയാൾ ടോപ്പറായി. മനസ്സിലായി. ആ അവൈലബിൾ ടൈം കൊണ്ട് അയാൾക്ക് ആവശ്യമായത് നമ്മൾ ഈ ആപ്പിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തു. മനസ്സിലായി. ഇതാണ് അതിൽ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച. അത് സാറിന് ഒരു വാലിഡേഷൻ തന്നു. പ്രോപ്പറാണ്. മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇതിൽ നോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ വളരെ പ്രൊഫഷണലിയാണ് എടുത്തിരിക്കുന്നത്. സ്റ്റുഡിയോ ലെവൽ ക്വാളിറ്റി, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് ഇൻഫർമേഷൻ വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ഫാക്കൽറ്റീനെ സെലക്ട് ചെയ്തപ്പോഴും സാർ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ പുറകിലുള്ള ഒരു വർക്ക് എഫേർട്ട്, നമ്മുടെ ഫാക്കൽറ്റീസിനെ പറ്റി ഒരു ഇത് പറയും. അത് ഫാക്കൽറ്റിയെ പറ്റി പറയുന്നതിന് മുന്നേ അത് ഒരാളിലേക്ക് ഈ ക്ലാസ്സുകൾ എങ്ങനെ വരണം എന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിസൈൻഡ് ആയിരുന്നു. ഒന്ന്, കുട്ടികൾ വെളിച്ചത്തിലിരുന്ന് പഠിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. അവർ ഇരുട്ടിലാണ് അവർ പഠിക്കുന്നത്. കാരണം സ്ക്രീനിലാണ് അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് ബ്ലാക്ക് സ്ക്രീനായി. കറക്റ്റ്. ഇനി ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ടീച്ചേഴ്സിനെ ഞാൻ ലെഫ്റ്റിലേക്ക് വെച്ച് നോളജ് ഡെലിവർ ചെയ്യുക എന്നുള്ളത് തോന്നിയ പോലെ ടീച്ചേഴ്സ് സംസാരിക്കുക എന്നുള്ളതല്ല, ഈ ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ആകത്തക്ക രൂപത്തിൽ കോൺസെപ്റ്റുകളെ ക്ലാരിറ്റിയോടുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെ തെരഞ്ഞു കണ്ടെത്തി. മനസ്സിലായി. അതിന് നല്ല റിസ്ക് ഉണ്ട്. സാധാരണ പ്ലാറ്റ്ഫോമുകളിൽ ടീച്ചേഴ്സിന് ഇഷ്ടമുള്ളതാണ് സംസാരിക്കാറുള്ളത്. നമ്മളത് സമ്മതിക്കില്ല. നമുക്കതൊരു USP ഉണ്ട്. ആ USPയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യും. അതാണ് നമ്മളുടെ ഒരു വിജയം അതിലുള്ള. മനസ്സിലായി. അപ്പൊ ഈ കരിക്കുലം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഈ മോഡൽ സെറ്റ് ചെയ്യുന്നത് ഒരു എക്സ്പെർട്ട് ടീമുണ്ടോ, അതോ സാറിന്റെ ഇടപെടൽ എല്ലാത്തിലേക്കും പോകണോ? 3 കാര്യങ്ങൾ അവിടെ ക്ലിയർ ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന്, കോണ്ടന്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, അത് പ്രസന്റ് ചെയ്യുക, ബോർഡിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിന് സെപ്പറേറ്റ് ടീമാണ്. ശരി. ഓക്കെ. കോണ്ടന്റ് ഡെവലപ്പ് ചെയ്യാൻ ഒരു ടീം, പ്രസന്റ് ചെയ്യുന്നത് മറ്റൊരു ടീമാണ്. ശരി. അതേപോലെ തന്നെ ബോർഡിൽ കൊണ്ടുവരുന്നത് വേറൊരാളാണ്. കോണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നു, ബോർഡിൽ എങ്ങനെ വരണം എന്ന് തീരുമാനിക്കുന്നു, അത് പ്രസന്റ് ചെയ്യുന്നത് വേറൊരാളാണ്. അപ്പൊ ഈ 3 ആളുകളുടെ എഫേർട്ടാണ് ഇതിന്റെ എഫിഷ്യൻസി. മനസ്സിലായി. സാധാരണ ക്ലാസ് റൂമിൽ ഒരാളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ 3 ആളുകളുടെ എഫേർട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഷുഡ് ബി ദ നമ്പർ 1. അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അതായത് എന്റെ റിസൾട്ട് ആ കുട്ടിയുടെ ആംഗിളിൽ നിന്ന് സാർ ചിന്തിച്ച് കുട്ടിക്ക് എങ്ങനെ ഇത് കൺസ്യൂം ചെയ്യാൻ ഏറ്റവും കംഫർട്ട് ആയിരിക്കുക എന്നുള്ള ചിന്ത. കാരണം ഞാനും ആ ആപ്പിൽ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, കണ്ണിനൊരു സ്ട്രെയിനും ഇല്ല, ഒരു സ്ട്രെയിനും ഇല്ലാണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ആ ട്രാൻസിഷൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഫൈനൽ ഔട്ട്കം നല്ല രീതിയിൽ മുന്നിൽ കണ്ടിട്ട് പിന്നെ ഒന്ന് പുറകോട്ട് ചിന്തിച്ചെടുത്തതാണ്. അൾട്ടിമേറ്റ്ലി ഇത് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. വേറൊരു കാര്യം എന്താ വെച്ചാൽ, സാധാരണ ഞാൻ ഇപ്പോഴുള്ള ടെക് ആപ്പുകളിൽ ശ്രദ്ധിച്ചൊരു കാര്യം, അവരൊരു മോബിനാണ് ക്ലാസ് എടുക്കുന്നത്, വലിയൊരു സമൂഹത്തിന് ആണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷേ ഒരു മൊബൈലിൽ ഒരു കുട്ടിയല്ലേ ഇത് കാണുന്നുള്ളൂ, ഒരാളെ കാണുന്നുള്ളൂ. എല്ലാരും കൂടി ഒരുമിച്ചിരുന്നല്ലോ കാണുന്നത്. അപ്പൊ ഞാൻ അയാൾക്ക് വേണ്ട ഫോർമാറ്റിലല്ലേ സംസാരിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഓരോ കുട്ടിക്കും വേണ്ടിയിട്ടാണ് സംസാരിച്ചത്, വലിയൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടല്ല സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ കുട്ടിയും മനസ്സിൽ കണ്ട് അയാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലെ
സെന്റൻസുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. സെന്റൻസുകൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം കുട്ടികൾക്ക് റിപ്പീറ്റേഷൻ ഇഷ്ടമല്ല. അതെ, ആ ഫോമാറ്റിലാണ് ഈ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് തന്നെ നമ്മൾ പിന്നെയും പറയുന്ന ആവശ്യങ്ങളില്ല. മനസ്സിലാവും. ഇവിടുന്ന് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എങ്ങനെ പോകണം എന്ന് ഒരു പ്രാവശ്യം അറിഞ്ഞാൽ പോരെ ഒരാൾക്ക്. അയാളോട് എല്ലാ പ്രാവശ്യം അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. അതോടൊപ്പം തന്നെ സെർച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ഇത് രണ്ടുള്ള ഒരാൾക്ക് നമ്മൾ കൂടുതൽ തവണ പറയുകയോ അല്ലെങ്കിൽ വഴികൾ പറഞ്ഞു കൊടുക്കുകയോ വേണ്ട, ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായി സർ. പിന്നെ ഒരു ബ്ലൂ ലൈൻസിന്റെ പുറത്തുനിന്ന് മാറി നമ്മുടെ കുട്ടികളെയും പേരൻസിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവരുടെ ഇപ്പം ഏറ്റവും വലിയൊരു കൺസേൺ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം AI എന്നുള്ളൊരു വലിയ വിപ്ലവകരമായ ഒരു സംഭവത്തിന്റെ തുടക്കമല്ല, ഇപ്പം അതൊരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കരിയറുകളെ പറ്റി, ഇനി അങ്ങോട്ടുള്ള സാധ്യതകളെ പറ്റിയൊക്കെ വലിയ ടെൻഷനുകളും എന്നാൽ ഒരുപാട് ബഹളങ്ങളും പുറത്ത് നടക്കുന്നുണ്ട്. എന്ത് പഠിക്കണം, ഇപ്പോൾ പഠിക്കുന്ന സംഭവങ്ങൾക്കൊക്കെ നാളെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ എല്ലാത്തിൻ്റെയും ബേസ് ഇപ്പം ഞാൻ നോക്കുമ്പോൾ നാളെ ഏതൊരു രീതിയിലുള്ള കരിയേഴ്സിലും ബേസിക് ആയിട്ട് വരേണ്ടത് ഈ പറയുന്ന കുറച്ച് കോർ സബ്ജക്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പേരന്റ് എങ്ങനെ പ്രിപ്പയർഡ് ആവണം ഈ വരാൻ പോകുന്ന കാലത്തിലേക്ക്? അനാവശ്യമായിട്ടുള്ള പേടി ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. അതെ അതെ. മനുഷ്യൻ എന്ത് സൃഷ്ടിക്കുന്നു അത് മനുഷ്യന്റെ എഫേർട്ട് കുറക്കാനും എഫിഷ്യൻസി കൂട്ടാനുമുള്ള സംവിധാനമായിരിക്കും. അതെ, മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്ന സാധനങ്ങളല്ല. അതെ. ഇതാണ് തീ വന്നപ്പോൾ കുറെ പേർക്ക് ജോലി പോയിട്ടുണ്ട്, കറണ്ട് വന്നപ്പോൾ ജോലി പോയിട്ടുണ്ട്, അതുപോലെ തന്നെയല്ലേ. പക്ഷേ കോർ സബ്ജക്റ്റുകൾ മാറുന്നില്ലല്ലോ. അതെ. ഇപ്പോൾ ഒരാള് എഞ്ചിനീയറിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അയാള് ആ സബ്ജക്റ്റിൽ എത്രത്തോളം എക്സ്പെർട്ട് ആവുന്നോ അയാളുടെ ആ എക്സ്പെർട്ടൈസ് ഒരു പ്രൊഡക്റ്റായി മാറുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനും അവിടുത്തെ വർക്ക് ഫോഴ്സ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് AI യൂസ് ചെയ്യുന്നത്. അല്ലാതെ അയാളെ റീപ്ലേസ് ചെയ്യാൻ AI കുറച്ചും കൂടി സമയമെടുക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഞാനതിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു സംഭവം, AI നിങ്ങളെ ഒരിക്കലും റീപ്ലേസ് ചെയ്യില്ല. പക്ഷെ AI പഠിച്ച ഒരാള് നിങ്ങളെ റീപ്ലേസ് ചെയ്തേക്കാം. പഠിക്കുക എന്നുള്ളൊരിതുള്ളൂ. ടൂളുകൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായി. സാർ, നാളത്തെ ആ ഒരു വിഷൻ എന്ന് പറഞ്ഞല്ലോ, ഈ പറയുന്ന ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതിൽ, അതിലേക്കൊക്കെ നമ്മൾ കടക്കുന്നുണ്ടാവോ? ഉണ്ട്, തീർച്ചയായിട്ടും AI ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടും. യെസ്. പക്ഷേ AI വരുന്നത് കുറച്ചും കൂടി സമയമെടുത്തിട്ടാവും. മനസ്സിലായി. അതിനെ കൃത്യമായിട്ട് പഠിക്കാനുണ്ടല്ലേ നമുക്ക്. അത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ധാരണയില്ല. ഇത് കാരണം നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പാണ്. ചില ആളുകൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കപ്പാസിറ്റി ആയിരിക്കും, ചില ആളുകൾ സമയമെടുക്കും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉതകുന്ന രൂപത്തിലുള്ള ഒരു AI ഇൻ്റഗ്രേഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആവറേജ് സ്റ്റുഡൻ്റ് ആയാലും ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയാലും എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആയാലും ആഗ്രഹിക്കുന്നത് ഒരേ സാധനം കിട്ടാനാണ്. ഇപ്പൊ മെഡിക്കൽ സെക്ടറിലാണെങ്കിൽ MBBS കിട്ടണമെന്നാണ് ഈ 3 പേരും ഒരുപോലെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 3 പേരെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രൂപത്തിലേക്ക് മാറുമ്പോൾ മാത്രമേ AI ഇൻ്റഗ്രേഷന് പോസിബിലിറ്റി ഉള്ളൂ. മനസ്സിലായി. പിന്നെ ഇപ്പൊ ഈ യൂഷ്വൽ ഇപ്പോൾ 9th 10th +1 +2 ക്ലാസ്സുകൾ അല്ലാണ്ട് നമ്മൾ JEE ഇങ്ങനെയുള്ള കോഴ്സുകളും കൊടുക്കുന്നുണ്ടല്ലോ. അതിലേക്ക് പോകുമ്പോൾ ആളുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് പോയിട്ട് ഒരു കോച്ചിങ് ക്ലാസ്സിൽ കോച്ചിങ് പ്രോഗ്രാമിൽ കയറുക, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത് ബ്ലൂ ലൈൻസ് ഉപയോഗിക്കണമെന്ന് നമ്മൾ പറയുമോ, അതോ ഇതിനെ സാർ പറയുന്ന പോലെ ഒരു ഫെസിലിറ്റേറ്റർ ആപ്പായിട്ട് തന്നെ യൂസ് ചെയ്യണം? ഇല്ല, കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല, ബ്ലൂ ലൈൻ ഒരിക്കലും പറയില്ല. ഇതൊരു ഫെസിലിറ്റേറ്റർ ആപ്പായിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു കോച്ചിങ് ക്ലാസ്സിന് പോകുമ്പോൾ അവിടെ രാവിലെ 8:30 to 4:30 അല്ലെങ്കിൽ 1:30 വരെ ക്ലാസ്സിലിരിക്കും. നമ്മൾ മനുഷ്യന്മാരാണ്, ഒരു കാരണവശാലും ഒരേപോലെ അറ്റൻഷൻ ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഈ മിസ്സിംഗ് ലിങ്ക്സുകളാണ് നമുക്ക് കൺഫ്യൂഷൻസ് കൊണ്ടുവരുന്നത്. നമ്മുടെ അറ്റൻഷൻ പോയ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ അത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അപ്പൊ അതിനെ വളരെ കൃത്യമായി ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ച കാര്യങ്ങൾ രാത്രിയിൽ ഒരു അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നമുക്കത് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തി പഠിപ്പിക്കാൻ പറ്റും. അത് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അപ്പോൾ അതൊരു ഫെസിലിറ്റേറ്റർ ആപ്പായിട്ട് തന്നെയാണ്
ബ്ലൂ ലൈൻസിനെ കാണുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് കോൺസെപ്റ്റുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ പഠിപ്പിച്ചു തുടങ്ങി കൂടെ? എന്തുകൊണ്ടാണ് 10ൽ നമ്മൾ തുടങ്ങുന്നത്? അതിൻ്റെ ഒരു പദ്ധതി ബ്ലൂ ലൈനിലുണ്ട്. ഓക്കെ. പക്ഷെ ഇപ്പോൾ 10th 11th 12th പിള്ളേർക്ക് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ കേപ്പബിൾ ആയവരെ സെലക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് 9th 8th 7th ഈ സെക്ടറിലേക്കും കൂടി നമ്മൾ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നമ്മുടെ ബ്ലൂ ലൈൻസിന്റെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ശ്രദ്ധിച്ചു. അതായത് നമ്മൾ കരിയർ അസസ്മെന്റ്, കുട്ടികളെ അവർക്ക് റൈറ്റ് ആയിട്ടുള്ള കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിൽ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ കറക്റ്റ് ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ. സാർ ഇത് വിൽഫുള്ളി ചെയ്തതാണോ? അതായത് നമ്മുടെ അടുത്തുനിന്ന് ഒരു വാല്യൂ അഡീഷൻ എന്നുള്ള രീതിയിൽ കൊടുത്താണോ? അതായത് ഈ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണോ? അത് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാല്യൂ അഡീഷൻ എന്നുള്ള ഫോർമാറ്റിൽ കൊടുത്തതാണ്. കാരണം 10th ആദ്യത്തെ സെലക്ഷൻ നടക്കുന്നത്. കറക്റ്റ്. ആ 10th ആദ്യത്തെ സെലക്ഷൻ നടക്കുമ്പോൾ കുട്ടിയുടെ തീരുമാനത്തിന് മാത്രമല്ല ഇപ്പൊ സെലക്ഷൻ നടക്കാറുള്ളത്, അയാളുടെ മാർക്കിന്റെയും എക്സ്റ്റേണൽ പ്രഷറിന്റെയും ബേസിസിലാണ് നടക്കാറുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട് 10th കഴിഞ്ഞാൽ. അതെ. അതിൽ പലപ്പോഴും ഏറ്റവും മാർക്ക് കൂടിയ കുട്ടി പോകാറുള്ളത് സയൻസിനാണ്, പിന്നെ കൊമേഴ്സ്, പിന്നെ ഹ്യൂമാനിറ്റീസ്, ഒട്ടും മാർക്കില്ലാത്തൊരു ഹ്യൂമാനിറ്റീസ് എന്നുള്ള ഫോർമാറ്റിലാണ് ആളുകൾ പോകാറുള്ളത്. പക്ഷേ ഇതിന്റെ രസകരമായ വസ്തുത, കൊമേഴ്സ് സയൻസിലാണ് പോകുന്നതെങ്കിൽ ആ കുട്ടിക്ക് സയൻസ് സ്ട്രീമിലും പോവാം, അങ്ങേർക്ക് വേണമെങ്കിൽ കൊമേഴ്സിലേക്കും ഹ്യൂമാനിറ്റീസിലേക്കും ഒക്കെ മാറാം. എല്ലാ വിൻഡോ ഓപ്പണാണ്. കൊമേഴ്സിലാണ് പോകുന്നതെങ്കിൽ അയാൾ കൊമേഴ്സിൽ മാത്രമേ പോകാൻ പറ്റൂ. ഹ്യൂമാനിറ്റീസിലാണ് പോകുന്നതെങ്കിൽ അയാൾ ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റിൽ മാത്രമേ പിന്നീട് ഹയർ സ്റ്റഡീസ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരാൾ പോകേണ്ട സ്ഥലമാണ് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. സയൻസിൽ പോയി കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളത് ഇതുപോലും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഈ സെലക്ഷനിലേക്ക് ആളുകൾ പോകാറുള്ളത്. അതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് കാര്യങ്ങൾ ചെയ്തു വെച്ചത്. മനസ്സിലായി സാർ. ഇപ്പൊ പറഞ്ഞ ആൻസറിൽ തന്നെ ഒരു കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ പ്രഷർ എന്ന് പറയുന്ന സംഭവം, അത് കുട്ടികൾക്ക് ഒരുപാട്, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നതിനേക്കാളും കൂടുതൽ പ്രഷർ ഇപ്പോൾ കുട്ടികളുടെ തലയിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ പിയർ പ്രഷർ ഉണ്ട്, വാലിഡേഷൻ കിട്ടുക എന്നുള്ള പ്രഷർ ഉണ്ട്, ഇൻഫർമേഷൻ ഓവർലോഡിന്റെ പ്രഷർ ഉണ്ട്. അപ്പൊ ഈ പ്രഷറിനെ മൈൻഡിൽ വെച്ചിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു രീതിയിലുള്ള ഇത് സാർ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികളെ ഭയങ്കര ഫ്രീ ആക്കി വിടുക എന്നുള്ളൊരു ഒറ്റ കാര്യമല്ലോ. ഈ പ്രഷർ തുടങ്ങുന്ന ഒന്നാമത്തെ പോയിന്റ്, അവർ ഏത് ക്ലാസ്സിലാണോ ഉള്ളത് അതിലെ ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അത് സോൾവ് ആയി കഴിഞ്ഞാൽ ഈ പ്രഷറിന് അവർക്ക് മാനേജബിൾ ആണ്. മനസ്സിലായി. എക്സാമിന് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊരു വാല്യൂ ആയി. പാരന്റ്സിന്റെ അടുത്തുനിന്നും സമൂഹത്തിന്റെ അടുത്തുനിന്നും വരുന്ന പ്രഷറുകളെ മാനേജ് ചെയ്യാൻ അയാൾക്ക് പറ്റും. ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഇയാളുടെ ഏറ്റവും വലിയ പ്രഷർ ഏതാണോ അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അത് അയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈസിയാണ്. അയാൾ കോൺഫിഡന്റ് ആവും. 5 വർഷത്തിന് ശേഷം സാർ ബ്ലൂ ലൈൻസിനെ എവിടെ കാണുന്നത്? 5 വർഷത്തിന് ശേഷം ബ്ലൂ ലൈൻ എന്നുള്ളത് ഫെസിലിറ്റേറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി ഒരു മേജർ എഡ്യൂക്കേഷണൽ ആപ്പായിട്ട് മാറും. അതിൽ നമ്മളൊരു ഫെസിലിറ്റേറ്റർ ആപ്പ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറേയും കൂടി സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത്, അതായത് നമ്മുടെ അടുത്ത് ഇപ്പോൾ സാർ പറഞ്ഞാൽ നമ്മൾ അടുത്ത വർഷം മുതൽ 7th സ്റ്റാൻഡേർഡ് മുതൽ ഒരു എൻട്രി പോയിന്റ് വരുവാണെങ്കിൽ ആ കുട്ടി ഏത് സമയം വരെ പഠിക്കുന്നോ അവിടം വരെ കൊണ്ടുപോകുന്ന ഒരു എക്കോസിസ്റ്റം ആയിട്ട് നമ്മൾ ബ്ലൂ ലൈൻസ് ഉണ്ടാവും. അതായിരിക്കും. തീർച്ചയായിട്ടും. മനസ്സിലായി. ബ്ലൂ ലൈൻസിൽ നമ്മൾ സ്റ്റേറ്റ് സിലബസും CBSE കവർ ചെയ്യുന്നുണ്ടോ? യെസ്, സ്റ്റേറ്റ് സിലബസ് ഉണ്ട്, കേരള സിലബസ് ഉണ്ട്. കേരളയിലെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. ഓക്കെ. സ്റ്റേറ്റ് സിലബസിൽ തന്നെ ഇംഗ്ലീഷും മലയാളം കൊടുക്കുന്നുണ്ട്, CBSE ഇംഗ്ലീഷിലും ക്ലാസ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മംഗ്ലീഷിലും ക്ലാസ് എടുക്കുന്നുണ്ട്, ബൈലിംഗലായിട്ടും ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതപ്പോൾ അതിൽ ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന് കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ബ്ലൂ ലൈൻസ് ആപ്പ് കൊടുത്തു എന്ന് വിചാരിക്കുക. അടുത്ത 30 ദിവസം കൊണ്ട് സാർ അവരിൽ എന്തു മാറ്റമായിരിക്കും കാണാൻ പോവുക? സാറിന്റെ കോൺഫിഡൻസ് എന്തായിരിക്കും? ടൈമിനെ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ അവർ പഠിക്കും. ഓക്കെ. ഒറ്റ വാക്കില്ലാതാണ്. യെസ്. അതോടൊപ്പം മാർക്ക് ഏത് എക്സാമിന് പോകുന്നതിന്റെ മുന്നേ തന്നെ കോൺഫിഡൻസോട് കൂടി എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യാനും കഴിയും. ഇത് ഞാൻ അഷ്വർ ചെയ്യും. 30 ദിവസം കൊണ്ട്. കാരണം നമുക്ക് അരമണിക്കൂറേ ഒരു ചാപ്റ്റർ വരുന്നുള്ളൂ. മനസ്സിലായി. 1/2 മുതൽ 45 മിനിറ്റ്സ് മാത്രമേ ഒരു ചാപ്റ്റർ വരുന്നുള്ളൂ.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 ചാപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാൻ ഒരു ദിവസം മതി. മതി. ഇത്രയും പെട്ടെന്ന് നമ്മൾ ഇതുപോലെ പറ്റുമെന്ന് പറയുമ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത്, അപ്പൊ നമ്മുടെ ഒരു അക്കാഡമിക് സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ കൂടുതൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണോ? അല്ല, കുട്ടികളെ? ആവശ്യമില്ലാത്തതും കൂടി ഇതിലേക്ക് കയറി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ. വേറൊരു കാര്യം, പഴയ സ്റ്റുഡൻസും ഇപ്പോഴുള്ള സ്റ്റുഡൻസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ. ഇപ്പോഴുള്ള സ്റ്റുഡൻസ് ഭയങ്കര ഫോക്കസ്ഡ് ആണ്, ബ്രെയിൻ കപ്പാസിറ്റി കൂടുതലാണ്. കാരണം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ മൊബൈൽ കാണുന്ന ഈ വയസ്സിലാ. അതെ അതെ. അവരത് വളരെ വീണത് ഇതിലേക്കാണ്, ജനിച്ചു വീണത് ഇതിലേക്കാണ്. അപ്പൊ അഡാപ്റ്റബിലിറ്റി ഭയങ്കര കൂടുതലാണ് അവർക്ക് ഇത് ഗ്രാസ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ കാര്യമാണ്. അവരെ ബ്രെയിൻ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇന്നത്തെ ടെക്സ്റ്റ് ഇല്ല എന്ന യാഥാർത്ഥ്യം അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ബ്ലൂ ലൈൻ. അതായത് ഈ പഠനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെ മാറിയിട്ടുണ്ടല്ലേ? ജനറേഷനിൽ മാറ്റം വന്നു, ജനറേഷനിൽ മാറ്റം, പ്രോസസ്സിൽ തന്നെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ ഇൻഫർമേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ബുക്കുകളെ മാത്രമായിരുന്നു, ലൈബ്രറികൾ സജീവമായിരുന്നു. ഇന്ന് ലൈബ്രറിയിൽ ആളില്ല. ഇല്ല, ഈ ബുക്സ് ആണ്. ഇന്ന് ഈ ബുക്സ് ആണ്. ഈ ബുക്സ് മീൻസ് അതും കഴിഞ്ഞ് ഈ വീഡിയോസ് ആണ്. ഇതിലാണ് ആളുകൾ ഉള്ളത്. അവർക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടാനുള്ള സോഴ്സുകൾ ഇഷ്ടം പോലെയുണ്ട്. അതിനെ ഓർഗനൈസ്ഡ് ഫോർമാറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് പോസിബിൾ ആവും. നമ്മുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ ബ്ലൂ ലൈൻസിന്റെ ആപ്പ് ഉപയോഗിച്ചപ്പോൾ ഞാൻ അവിടെ പ്രതീക്ഷിച്ചത് പക്ക ഒരു സ്കൂൾ ആപ്പ് എന്നുള്ള സംഭവമാണ്. പക്ഷെ അവിടെ ഞാൻ കണ്ടത് BDS കോഴ്സുകൾ കണ്ടു. അതെന്നെ ശരിക്കും ഒന്ന് സർപ്രൈസ് ആക്കി. കാരണം യൂഷ്വലി മെഡിക്കൽ എന്ന് പറയുമ്പോൾ എന്തായാലും അവിടെ ആദ്യം കുത്തി നിറയ്ക്കാൻ പോണത് MBBS എന്നുള്ള സംഭവമായിരിക്കും. വൈ BDSR എന്തുകൊണ്ടായിരിക്കും അത് ചൂസ് ചെയ്തത്? അതിൽ രസകരമായ ഒരു കാര്യമുണ്ട്. ഓക്കെ. ഈ MBBS കിട്ടിയ കുട്ടികൾ സന്തോഷവാന്മാരായിരിക്കും, അവരുടെ ഫാമിലിയും സന്തോഷത്തിലായിരിക്കും, അവരുടെ സറൗണ്ടിങ് സന്തോഷത്തിലായിരിക്കും, കോളേജിലും അവർ സന്തോഷത്തിലായിരിക്കും. അവര് പാസ്സാവണമെന്ന് ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാൽ എത്തിപ്പെട്ടവരാണ് BDSR അല്ലേ? പലപ്പോഴും MBBS കിട്ടാത്തവരാണ് BDSൽ ഉണ്ടാവാറുള്ളത്. BDSനായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് വളരെ ചുരുക്കമാണ്. അത് കിട്ടാത്തതുകൊണ്ട് ഇതിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ BDSന് പോകുന്ന സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ആദ്യത്തെ ഇയർ ഒരു ഡെസ്പറേറ്റിലായിരിക്കും, അല്ലെങ്കിൽ അവർ MBBSന് വേണ്ടി വീണ്ടും ട്രൈ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് BDSുമായിട്ടുള്ള കോഴ്സുമായിട്ടുള്ള ഒരു മിംഗ്ലിംഗ്, ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ഇഷ്ടമില്ലാണ്ട് എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാതിരിക്കുക. അപ്പൊ അവർ വീണ്ടും വീഴ്ചയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. മനസ്സിലായി. അവിടെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു തുടക്കമാവും എന്നുള്ളത് കൊണ്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള ഒരു നീഡായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ പറഞ്ഞ പോലെ അടുത്ത വർഷത്തേക്ക് ഇപ്പോൾ അവർക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിനോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ഫ്രീഡവും അവർക്ക് കിട്ടുന്നുണ്ട്. ഈ BDSന്റെ കോഴ്സിന്റെ പ്രത്യേകതകളും അതിന്റെ സാധ്യതകളും പറ്റി ഒന്ന് സാർ പറയാം. BDSൽ സാധാരണ ഒരു അവരുടെ സിസ്റ്റത്തെ അല്ലെങ്കിൽ അവരുടെ സിലബസിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് MDSനുള്ള ഒരു കോച്ചിങ് കൂടി അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതിൽ ഇന്റഗ്രേറ്റഡ് ആണ്. നമ്മൾ സംസാരിക്കുന്നില്ല, ഒരു ടോപ്പിക് എടുക്കുന്നു, അതോടൊപ്പം തന്നെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഉള്ളത് കൊണ്ട് തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിന് പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കും. ഈ MDS എന്ന് മാത്രമല്ല, ഇപ്പൊ ADC ഓസ്ട്രേലിയൻ ഡെന്റൽ കൗൺസിലിന്റെ എക്സാമുകൾ, ORE, ഈ എക്സാമുകൾക്കൊക്കെ ഇതേ സിലബസ് തന്നെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഒട്ടുമിക്ക സിലബസും ഇത് തന്നെയാണ്. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടെ അവർക്ക് BDS കഴിയുന്നതോടൊപ്പം തന്നെ ഡയറക്റ്റ് ആയിട്ട് അതിലേക്കും കൂടി പോകാനുള്ള ഒരു ഓപ്ഷൻ തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന വലിയൊരു കാര്യം. അപ്പൊ വളരെ ചുരുങ്ങിയ സമയം, അഗൈൻ ഈ പറഞ്ഞ പോലെ മാക്സിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, സമയം സ്പെൻഡ് ചെയ്യണേലും മാക്സിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് തന്നെയാണ്. സാർ, ഈ ഗൾഫിലും ഒരുപാട് കുട്ടികൾ ഈ CBSE സിലബസ് പഠിക്കുന്നുണ്ടല്ലോ. അവർക്ക് ഇത് യൂസ്ഫുൾ ആണോ? അതോ അവിടെ നിന്ന് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാൻസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ അവിടെ അവർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. GCC കൺട്രീസിലുള്ളവർക്കും UAE-ലുള്ളവർക്കും. അവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത, അവരേറ്റവും കൂടുതൽ ക്യാഷും ടൈമും സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിനേക്കാൾ ഉപരി ട്യൂഷൻ സംവിധാനങ്ങൾ. തീർച്ചയായിട്ടും അവർക്കത് ഒരു ഇൻസെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു സംവിധാനം കൂടിയാണ്. അപ്പൊ അതിനൊന്ന് മേക്കപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളിപ്പോൾ അവിടെയും തുടങ്ങിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ നമ്മൾ അതിന്
അതെ, അവിടെ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഇപ്പൊ ഞാൻ ഖത്തറിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സിന് എനിക്ക് വളരെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അവര് ഈവൻ ഓൺലൈൻ ട്യൂഷൻസ്, ഇവിടുത്തെ കേരളത്തിലുള്ള ഓൺലൈൻ ട്യൂഷൻസിന് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഹ്യൂജ് ആണ്. മാത്രമല്ല ഗൾഫിലുള്ള കുട്ടികളാവുമ്പോൾ അവരോട് വേറൊരു പ്രൈസ് വാങ്ങുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണതയും ഇവിടെ ഉണ്ട്. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഇവിടുത്തെ അതേ 1299 തന്നെയാണ് അവിടെയും. എന്നുവെച്ചാൽ ഒരു 55 റിയാൽ ചെലവഴിച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കിട്ടും. അത് മാത്രമല്ല അവർക്ക് 1-on-1 ഡൗട്ട് ക്ലിയറൻസ് സെഷനും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതേ പ്രൈസിൽ തന്നെയാണ് അവൈലബിൾ ആക്കുന്നത്. ഈ ഡൗട്ട് ക്ലിയറൻസിനെ പറ്റി ഞാൻ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, പല സമയത്തും ഈ എഡ്ടെക് പ്ലാറ്റ്ഫോംസ്, ഇപ്പൊ നമ്മുടെ മുന്നിൽ ഞാൻ പേര് പറഞ്ഞില്ലെങ്കിലും പല പ്ലാറ്റ്ഫോംസുകളുടെയും വലിയ തോൽവികളുടെ കാരണം അവർ ആ സ്റ്റുഡൻസിന് കൊടുത്ത പ്രോമിസുകൾ ഡെലിവർ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഇത് എൻഷുർ ചെയ്യുന്നത്? ഒരു കുട്ടിക്ക് നമ്മുടെ ക്ലാസ്സിലൂടെ ഇപ്പൊ സാറ് ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ലേണിംഗ് എബിലിറ്റി സെയിം അല്ല. മേ ബി ചിലപ്പോൾ നമ്മുടെ ഇത് കണ്ടിട്ടും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും വരാം. അത് നമ്മൾ എങ്ങനെ എൻഷുർ ചെയ്യുന്ന, ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള അറ്റൻഷൻ കിട്ടുന്നുണ്ടെന്ന് നമ്മൾ എങ്ങനെ എൻഷുർ ചെയ്യും? 2 കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. നോർമൽ എഡ്ടെക് പ്ലാറ്റ്ഫോമുകളിൽ മണിക്കൂർ കണക്കിനുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡൗട്ട് ഉണ്ടാവുന്ന അവസരത്തിൽ കുട്ടിക്ക് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും. എന്നാൽ നമ്മളുടെ ക്ലാസ്സുകളിൽ, ബ്ലൂ ലൈനിലെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ക്ലാസ്സുകളാണുള്ളത്. അപ്പോൾ അവർ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള സാധ്യത കൂടും. 5 മിനിറ്റല്ലേ ഉള്ളൂ. 5 മിനിറ്റ്. അപ്പോൾ അവർ ഒരു 5 മിനിറ്റ് കൂടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് അവർക്ക് എന്താണോ കൺഫ്യൂഷൻ ഉള്ളത് അത് ക്ലിയർ. എന്നിട്ടും തീരാത്ത കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ ടീച്ചേഴ്സിന് ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. സമയം സ്ലോട്ടുകൾ അലോക്കേറ്റ് ചെയ്യും. 1-on-1 ആയിട്ട് വീഡിയോ കോൾ ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് എക്സ്ട്രാ ചാർജ് ഉള്ളതാണ്? നോ. ഓക്കെ, അത് കുട്ടിയുടെ സൗകര്യത്തിനനുസരിച്ചും ടീച്ചേഴ്സിന്റെ സൗകര്യത്തിനനുസരിച്ചും ഫ്രീ ഓഫ് കോസ്റ്റിൽ അവൈലബിൾ ആക്കുന്നതാണ്. അതായത് 1299 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള ഒരു സബ്ജക്റ്റിന്റെ ഫുൾ കോഴ്സുകൾ പ്ലസ് 1-on-1 ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒരു സബ്ജക്റ്റിന്റെ. അപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ ഫുള്ള് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇനി നീണ്ട പഠനങ്ങളില്ല, ഒരുപാട് നേരം കുത്തിയിരുന്നുള്ള പഠനങ്ങളില്ല. നിങ്ങൾ സ്മാർട്ടായിട്ട് പഠിക്കുക എന്നുള്ളതാണ്, നമ്മുടെ കുട്ടികളെ സ്മാർട്ടായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ സ്മാർട്ടായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു മൂവ്മെന്റിന് ഇതൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ബ്ലൂ ലൈൻസ് ആപ്പ് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു അസറ്റ് ആയിരിക്കും. താങ്ക് യു സർ. താങ്ക് യു.